ഗൈസ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? ഞാനിപ്പോൾ എണീറ്റിട്ടുള്ളൂ കേട്ടോ. സമയം 6 മണിയായിട്ടുള്ളൂ കേട്ടോ. പക്ഷെ പുറത്തെ ഒരു വെളിച്ചം ഞാൻ കാണിച്ചു തരാം. സംഭവം ഇത്തിരി വെളിച്ചമുണ്ടായിരുന്നു കേട്ടോ. 5 മണി നേരത്തൊക്കെ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ ഭയങ്കര വെളിച്ചം. നോക്കുമ്പോൾ സമയം എന്താ 5 മണി 5:15 നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ലഗേജൊക്കെ വെക്കാൻ കേട്ടോ. ഫസ്റ്റ് ലഗേജ് നമ്മുടെ കയറി സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്ലേറ്റ് കാണിച്ചു കൊടുത്താൽ മതി. കിട്ടില്ല. ഗൈസ് മോർണിംഗ് വ്യൂ ഇതാണ് കേട്ടോ. കണ്ടോ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടോ. ഞങ്ങൾ പോവുകയാണ്. മറ്റൊരു പറഞ്ഞത് എല്ലാരും വെള്ളം വെള്ളം നമ്മൾ ആ ഒരു ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒന്നര മണിക്കൂർ എന്തായാലും ഉണ്ട്. ഇവിടുത്തെ പിള്ളേരെ യൂണിഫോം ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഊട്ടി വൈബ്. ഈ വില്ലേജ് മക്ഡോക്ക് നല്ല ഫേമസ് ആണെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അതെന്തുകൊണ്ടാ ഫേമസ്? നമ്മള് എന്താ കൊറേ റീൽസ് ഒക്കെ കാണില്ലേ ഈ മൊട്ടക്കുന്നിന്റെ ഒക്കെ മേഘാലയ വെച്ചിട്ട്, അത് ഈ സ്ഥലത്തില്ല. ഇതിന് കുറച്ചുള്ളിൽ പോയി. ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ഇല്ല, ഇവിടെ നല്ല സ്പോട്ടൊന്നും ഇല്ല. ഉള്ളിൽ പോണം, ട്രെക്ക് ചെയ്തിട്ട് ഉള്ളിൽ പോണം. ഹിഡൻ സ്പോട്ടോ? ഹിഡൻ സ്പോട്ടുകളൊക്കെ കിടിലനായിരിക്കില്ലേ. കേവ്സ് ഒന്നുമില്ല ഇവിടെ. ഉണ്ട്. നമ്മൾ 2 ദിവസം പോലും നാളെ പോകും. മക്ഡോക്ക് നല്ല കോടയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? നല്ല കോട, നല്ല മഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ. ഫുള്ള് ബ്ലോഗർമാർ ഇടയിൽപ്പെട്ടല്ലോ, കുടുങ്ങിയല്ലോ. നല്ല രസമുണ്ട് കേട്ടോ. ഇത് മക്ഡോക്ക് ബ്രിഡ്ജ് ആണേ. കിടിലൻ വൈബ്. സെറ്റ് അടിപൊളിയല്ലേ ആണ് കേട്ടോ. മക്ഡോങ് സിംഗ് സിസ്റ്റം ബ്രിഡ്ജ് ഇതാണ് കേട്ടോ ബ്രിഡ്ജ്. ഇതിന്റെ സ്പാൻ പറയുന്നത് 75 മീറ്റർ ആണേ. കണ്ടോ ഇവിടെ ഫുള്ള് കോടയാണ് കേട്ടോ. സെറ്റ് ഇതാണ്. പിന്നെ എല്ലാരെയും ഇറക്കിയിട്ട് ഇപ്പൊ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈഡ് കേറാൻ വേണ്ടിയിട്ട്. വെൽക്കം ടു മേഘാലയ. ഗൈസ് വെൽക്കം ടു മേഘാലയ. എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലം കാണാൻ പറ്റിയല്ലേ. ഇതിനുവേണ്ടി ഞാൻ കാശ്മീർ പോലും പോവാണ്ടേ. ഇവിടെ
ഇതൊക്കെ എടുത്തി പോവോ? ഇല്ല, ഔട്ട് ഓഫ് വ്യൂ പോയിന്റ് ആണ് ഗൈസ് ആ വ്യൂ പോയിന്റ്. ഇനിയൊരു വാട്ടർഫോൾസ് നമ്മൾ ജിപ്സി നമ്മളിവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ATM-ലെ ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. ഇവിടുത്തെ ഒരു സിറ്റിയാണെന്ന് തോന്നുന്നു. സ്നാക്സ് വാങ്ങാൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ ട്രക്കിങ്ങിന് പോകണമല്ലോ. സോ നല്ല ഫുഡ് കഴിക്കണം. ഇവിടുത്തെ പഴയ സിമെന്റ് ഫാക്ടറിയാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു പഴയ സിമെൻറ്റ് ഫാക്ടറിയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ എനിക്ക് കറക്റ്റായിട്ട് കിട്ടണില്ലായിരുന്നു. കാരണം ഈ ഒരു മതിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് മൊത്തത്തിലൊന്നും ഫുള്ളായിട്ട് കാണാൻ പറ്റണില്ലായിരുന്നു കേട്ടോ. അറ്റ് ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ ഒരു എൻട്രൻസ് ഞാൻ കണ്ടായിരുന്നു. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ഓൾഡ് സിമെൻറ്റ് ഫാക്ടറി. വാട്ടർഫോൾസ് ഇത് 7 സിസ്റ്ററോ? ഇത് 7 സിസ്റ്റർ ഒന്നല്ല. അനക്കെന്താ ഇത് 7 സിസ്റ്റർ അല്ല, പക്ഷെ നല്ല ഭംഗിയുള്ള കുറെ കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസ് ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ ഓടുകയാണ്. നമ്മളിത് അതുപോലത്തെ കുറെ സ്റ്റിക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റിക്കൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ നടക്കുക. ഇങ്ങനെ ഗൈഡ്സിനെ അവരെന്നെ ഗൈഡ്സിൻ്റെ എടുക്കണം എന്നാണ് ഇപ്പം അവർ പറയുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുന്നു. സഹല നമ്മള് സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടെന്നാ പറയുന്നത്. വേറെയും കുറെ ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഏതോ ഗ്രൂപ്പിന്റെ കൂടെ ഒക്കെ പെട്ടത്. ഇപ്പൊ ഏതാ ഞങ്ങൾക്കൊരു പിടുത്തില്ല. നമ്മുടെ ആൾക്കാർ ബാക്കിലുണ്ട്, കുഴപ്പമില്ല. നമുക്ക് മെല്ലെ മെല്ലെ പോവാം, ധൃതിയൊന്നുമില്ലല്ലോ. എനിക്ക് കാല് വറക്കില്ല. എനിക്ക് കാലിൻ്റെ ഈ സൈഡില്ലേ, ഫ്രണ്ട് സൈഡ് ഒരു വേദന ഉണ്ട് ഗൈസ്. ഇത്രയും താഴ്ചയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. കണ്ടോ കാലിപ്പോഴും ഇപ്പൊ തന്നെ നല്ല കേബിൾ കാറല്ലേ, നല്ല ഷിപ്പിംഗ് ഉണ്ട്. ഓ എടി നിങ്ങളെ കിടിലം വ്യൂ. പോയിക്കോടത് ഇവിടെ റിസ്ക്, ഞാൻ എന്റെ ജീവിതം റിസ്ക് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഓരോ പോയിന്റ്സിലും ഇതുപോലത്തെ റിഫ്രഷിങ് കേന്ദ്രങ്ങളുണ്ട് കേട്ടോ. അവിടെയാണ് തോന്നുന്നത്. താഴെത്തിയിട്ട് പറയാം, അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ. കോട ഇത് പതിയെയാണ് കേട്ടോ ഇറങ്ങുന്നത്. ഇവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, കണ്ടോ. കാണേണ്ട സിറ്റി അങ്ങനെയൊക്കെ കാണാം. വയ്യാത്തവർക്കൊക്കെ എടുക്കുന്ന സർവീസ് ആണെന്ന് തോന്നുന്നു കേട്ടോ.
ഇനിയും പോണം അങ്ങോട്ട്. എൻ്റെ അമ്മേ സൗണ്ട് കേൾക്കാണ്ട് പക്ഷെ നന്നായിട്ട്. ഈ പടിയൊന്നും ഒന്നുമല്ല കേട്ടോ. ഇനി കുറച്ചൊരു നിരപ്പൊരു സ്ഥലം കാണാനുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് സമാധാനമായിട്ട് നിൽക്കാൻ വിചാരിച്ചു. ഇവിടൊക്കെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയേ, ഇവരൊക്കെ ഇങ്ങനെ ഡെയിലി പോകുന്നു അല്ലേ? നിരപ്പായ കുറച്ച് സ്ഥലമൊക്കെ കാണാണ്ട്. കണ്ടോ പൈസ കൊടുക്കാൻ ഇവർക്ക് അങ്ങനത്തെ ആവശ്യമൊന്നും ഇല്ല അല്ലേ? പിന്നെ ഈ ഒരു വഴി ട്രെക്ക് ചെയ്യുമ്പോൾ വാഷ്റൂം ഒന്നും ആരും നല്ലത് പ്രതീക്ഷിക്കണ്ട കേട്ടോ. എവിടെയും ഒരു വാഷ്റൂമും നല്ലതല്ല. പിന്നെ ഉള്ളതാണെങ്കിൽ പിന്നെ കണ്ണുടച്ച് പോകണം. ഇവിടെയും ഒരു കട കാണാം കേട്ടോ, ചെറിയൊരു കട, റിഫ്രഷിങ് സെന്റർ. നമ്മൾ അടുത്തെത്തി, ബ്രിഡ്ജിന്റെ അടുത്തെത്തി. ഇതാണ് ബ്രിഡ്ജ്. കണ്ടോ? എന്താണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? വേർത്താണോ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയത്? ഇനിയും കുറെ കാണാനല്ലോ. അതെ. അജ്മൽ പറ, വേർത്താണോ? വേർത്താണോ? പിന്നല്ല, സൂപ്പർ എക്സ്പീരിയൻസ് ചെയ്യണം. ഓൺലി വൺ ടൈമാ? അങ്ങനെയല്ല, പേടിച്ചിരിക്കുന്നു. രണ്ടുപേരും പേടിച്ചിരിക്കുന്നുണ്ടോ ഗൈസ്? അമ്മാന്ന് ഇതാണ് കേട്ടോ ബ്രിഡ്ജ്. അവരിങ്ങനെ ഓരോ ആൾക്കാരെ ഇത്ര ആൾക്കാരെ വെച്ച് മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറ്റുള്ളൂ. അതിനെ ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ ടീമൊക്കെ ഓൾറെഡി അവിടെ ഉണ്ട്. നമുക്ക് നടന്നോ. ഹാഫിസ ബാഗാക്കിക്കോട്ടെ അപ്പുറത്തേക്ക്. കണ്ടോ, ഈ ഒരു തൂക്കുപാലത്തിൽ കൂടെ ഉണ്ടോ നമ്മൾ ഇപ്പുറം കടന്നത്. ഭയങ്കര റിസ്കിയാണ്. കാരണം ഇതിങ്ങനെ ഓരോരുത്തർ പോകുമ്പോഴും ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്തോണ്ടിരിക്കും കേട്ടോ. നമ്മളങ്ങനെ ആ ബ്രിഡ്ജ്, ഫസ്റ്റത്തെ ബ്രിഡ്ജ് ക്രോസ് ചെയ്തു കേട്ടോ. ഗൈസ് ഇനിയുണ്ട്. നമുക്കൊന്നും കൂടെ താഴേക്ക് പോയേക്കാം. ആണ് കേട്ടോ ഇവിടുത്തെ ഇങ്ങനെ കാണുന്നത്. വെള്ളവും നമ്മള് ഫസ്റ്റത്തെ ബ്രിഡ്ജ് കഴിഞ്ഞു. എന്നിട്ട് ഇനിയും കുറെ സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ അത് കയറാൻ വേണ്ടിയിട്ട് പോവാൻ കേട്ടോ. ചില്ലറ സ്റ്റെപ്പൊന്നുമില്ല. കാലൊക്കെ കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി അടുത്തൊരു ബ്രിഡ്ജും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് കയറാം. ഇത് രണ്ടാമത്തെയാണ്. ഇത് നേരത്തെ അത്ര വലിയ സീനില്ല, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്കിങ്ങനെ പോകും.
നമ്മൾ റൂട്ട് ബ്രിഡ്ജിന്റെ അവിടെ എത്തിയിട്ടു. ഇനി കുറച്ചും കൂടെ പോകണ്ടേ, പക്ഷെ ഇവിടുന്ന് 1 hour കൂടെ ഉണ്ട് റെയിൻബോ വാട്ടർഫോൾസിക്ക്. പക്ഷെ അത് ഇത്ര ഇപ്പൊ നടന്നു വന്നില്ലേ, അത്ര തന്നെ ഇനിയും പോകണം. റൂട്ട് ബ്രിഡ്ജ്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുള്ള മേഘാലയയിലെ ഫേമസ് ആയ ലിവിങ് റൂട്ട് ബ്രിഡ്ജിൽ കൂടെ കേട്ടോ നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ്സ് ആയിരുന്നു ഇത്. ഗൈസ്, ഈ റൂട്ട് ബ്രിഡ്ജ് ഇത് തന്നെ ഉണ്ടായതാണ് കേട്ടോ പറയുന്നത്. ഇതിൻ്റെ റൂട്ട്സൊക്കെ ഇങ്ങനെ വെച്ചൊരു ബ്രിഡ്ജായി രൂപാന്തരപ്പെട്ടതാണ്, അങ്ങനെയാണ് പറയപ്പെടുന്നത്. നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലും കാണുമ്പോൾ നമുക്കറിയില്ല ഇത് എത്ര സ്ട്രഗിൾ ചെയ്ത് എത്ര സ്റ്റെപ്പ് കയറി ഇറങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നതെന്ന് കേട്ടോ. മൊത്തം 3500 സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ ഈ ലിവിങ് റൂട്ട് ബ്രിഡ്ജിലേക്ക് നമുക്ക് വരാൻ വേണ്ടിയിട്ട്. ഇത്ര തന്നെ സ്റ്റെപ്സ് ഇനി കടന്നു പോയിട്ട് വേണം നമുക്ക് ഇവിടുന്ന് റെയിൻബോ വാട്ടർഫോൾസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ട്രക്ക് ചെയ്തിട്ട് നമ്മളിവിടെ എത്തുന്നതെന്ന്. മേഘാലയയിലെ തന്നെ വൺ ഓഫ് ദി ഫേമസ് വാട്ടർഫോൾസ് ആണ് കേട്ടോ ഈ ഒരു റെയിൻബോ വാട്ടർഫോൾ. ഇതിനൊരു റെയിൻബോ ഫോൾസ് എന്ന് പേര് വരാൻ തന്നെ കാരണം പകൽ സമയത്ത് ഈ വെള്ളത്തിലേക്ക് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഉണ്ടല്ലോ ഇതൊരു റെയിൻബോ കളറായിട്ട്, അതായത് റെയിൻബോ ഈ ഒരു വാട്ടർഫോൾസിലൂടെ കാണാൻ പറ്റുന്ന പറയണം കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ റെയിൻബോ ഫോൾസ് എന്നുള്ള പേര് വരാൻ കാരണം. ഈ ഒരു വാട്ടർഫോൾസ് ചിറാപുഞ്ചിയിലെ നോങ്റിയാത്ത് ഗ്രാമത്തിലെ 2 ലോങ് റൂട്ട് ബ്രിഡ്ജുകൾ, അതായത് നമ്മുടെ ലിവിങ് റൂട്ട് ബ്രിഡ്ജൊക്കെ കടന്നു പോയിട്ടുള്ള ട്രക്കിങ്ങിന് ശേഷമാണ് കേട്ടോ കാണാൻ പറ്റുക. ലിവിങ് റൂട്ട് ബ്രിഡ്ജിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ട്രക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ഈ റെയിൻബോ വാട്ടർഫോൾസിലേക്ക് എത്താൻ. ഗൈസ്, ഇപ്പോൾ നമ്മൾ ആ ഒരു റൂട്ട് ബ്രിഡ്ജ് ഉണ്ടല്ലോ, ചെറിയൊരു വെള്ളച്ചാട്ടമല്ല, അപ്പോൾ അത് അവിടെ എത്തിയിട്ടോ. ഇപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഇറങ്ങുകയാണ്. വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇറങ്ങാം. 25 രൂപ കഴിയും ചെറിയൊരു കുപ്പിക്ക്. ഇവിടെ ഗൂഗിൾ പേ എടുക്കില്ല, അപ്പം നമ്മൾ ലിക്വിഡ് ക്യാഷിനെ കൈ പിടിക്കണം. സ്റ്റെപ്പ് ട്രക്കിങ് അത്രയും ഇഷ്ടമുള്ള ആൾക്കാർ, പിന്നെ നല്ല ആരോഗ്യമുള്ള ആൾക്കാർ അങ്ങനെ വരെ കാര്യമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇരുന്ന് അതിനൊരു മൈൻഡ് വേണം, അല്ലെങ്കിൽ നല്ല പാടുപെടും. നല്ല പണിയാണ് ഈ ഒരു ഇത്. കണ്ടമാന സ്റ്റെപ്പ്, ഇത് മുട്ടൊന്നും നിലക്കാൻ വയ്യ. നമ്മൾ എന്താ പറയുക, ഇന്നൊരു വിശപ്പും തോന്നിയില്ല, അങ്ങനത്തെ ഒരു ഫീല്. കുത്തനുള്ള ഈ ഒരു ഇറക്കൊക്കെ ഭയങ്കര മുട്ടുവേറെ. ഇറങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സീന്. കയറുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ സൈഡിലിങ്ങനെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടാട്ടോ നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മൾ വന്ന വഴിയുള്ളൊരു വെള്ളച്ചാട്ടം, ഈ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ വരുന്നത് ഹലോ, കുറേ നടക്കാണ്ട്. കൃഷ്ണ, ഇവരാണ് ഈ വെള്ളം കണ്ടോ ഏറ്റി കൊടുത്തിട്ട്. ഈ വെള്ളം ഇത്രയും സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ഇത്രയും വെയിറ്റ് താങ്ങിയിട്ട് ഇവിടെ വരെ എത്തിയിട്ട് പൊന്നെ സമ്മതിക്കണം ഇവരനൊക്കെ. ഈ കടയിനാട്ടോ നമ്മൾ എഗ്ഗ് വാങ്ങി കഴിച്ചു. ഒരു എഗ്ഗിന് 20 രൂപ പറഞ്ഞു. നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ, കാരണം അമ്മാതിരി ഹൈറ്റിനാണ് ഇവർ ഈ സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ കണ്ണിന് കടിച്ചമ്മേ. ഇതൊക്കെ പറ്റുള്ളൂ. ബോഡി കണ്ടില്ലേ, ഇതൊക്കെ സെൽഫ് മെയ്ഡ് ബോഡി, ജിമ്മിൽ പോയിട്ടുള്ള ഉണ്ടാക്കിയ ബോഡിയല്ല, അധ്വാനിച്ച് ഉണ്ടാക്കിയ ബോഡി. ഏതൊക്കെയോ ഭാഷ സംസാരിക്കണം കണ്ടോ കുട്ടികളൊക്കെ. ദൈവങ്ങളെ സമ്മതിക്കണം കേട്ടോ, ഇവരൊക്കെ സമ്മതിക്കണം കേട്ടോ. വെരി ഹാർഡ് വർക്കിംഗ് പീപ്പിൾ. ഗൈസ്, വരുമ്പോൾ ഉണ്ടായിരുന്ന ഉഷാറൊന്നുമില്ല കേട്ടോ. മാസിലൊക്കെ വേദനിച്ചതാ. ഈ ഒരു കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു വലിയ ബോട്ടിൽ വെള്ളം ഇതാണ്ടോ, വെള്ളം 2 കുപ്പി വാങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇവിടെ കാണിച്ചു കൊടുക്കേ, ഇവിടെയൊക്കെ മസിൽ പെയിനൊക്കെ എടുത്തിട്ട് ആകെ ഉഴിയലും വീഴ്ചലൊക്കെയാണ്.
ഇവരെന്നൊക്കെ സമ്മതിക്കണം. ഇവിടെ ആണെങ്കിൽ നെറ്റ്വർക്കേ ഇല്ല. ജിയോക്ക് നെറ്റ്വർക്ക് ഉണ്ടെന്നാണ് അവിടെ ഒരു പയ്യൻ പറഞ്ഞു കേട്ടോ. ഇവിടുത്തെ ഒരു പയ്യൻ പറഞ്ഞത് ജിയോക്ക് നെറ്റ്വർക്ക് ഉണ്ടെന്നാ. പക്ഷെ വോഡഫോൺ ഇവിടെ നെറ്റ്വർക്കേ ഇല്ലെന്ന് പറഞ്ഞു. ചില വില്ലേജിൽ മാത്രമേ ഉള്ളൂ. കറണ്ട് ഇവിടെ കറണ്ടും ഇല്ല കേട്ടോ. ഇത് വീഡിയോ ഇത് ഇവിടുത്തെ ഒരു ചേച്ചി കേട്ടോ. കമ്പനി ഏതാണേ ഭാഷ അറിയില്ലെങ്കിൽ ഞങ്ങൾ കമ്പനിയാവും. യൂട്യൂബ് ഇവിടെ നിന്നാണ് ഞങ്ങൾ വെള്ളം വാങ്ങിയത്. ഇതിനൊക്കെ സമ്മതിക്കണം. ഇൻട്രൊഡ്യൂസ് പറയണ്ട. तुम्हारे लिए फैमिली हाउस किधर हाउस? ऊपर में दुकान कितना टाइम ओपन करने? 9 बजे. അപ്പോൾ ഇവർ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ആ മേലെ നിന്ന് ഏറ്റിട്ടാട്ടോ വരുന്നത്. ബഹുത് ഹാർഡ് വർക്കിംഗ് പീപ്പിൾ. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് അവർ. വീഡിയോ എടുക്കണോണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ചോദിച്ചു. അപ്പം അതെ 9 മണിക്ക് കട അടക്കി വരെ അല്ലാതെ ചില്ലറ സാധനങ്ങൾ കേട്ടോ. എന്താ പറയുക, ഈ ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കടയിലുണ്ട് കേട്ടോ. ട്രക്കിങ്ങിന് പറ്റിയ ചെറിയ ചെറിയ സ്പോട്ടിലിങ്ങനെ എന്താ പറയുക, ഇതുപോലെ റിഫ്രഷിങ് കേന്ദ്രങ്ങളുണ്ട്. അതായത് റിഫ്രഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകൾ. അവിടെ അങ്ങനെ അല്ലറ ചില്ലറ വെള്ളം, അതുപോലെ തന്നെ ഫ്രൂട്ടി, അങ്ങനെ മിഠായി, ചോക്ലേറ്റ്, അങ്ങനത്തെ ബിസ്ക്കറ്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യം. പിന്നെ ഈ ട്രക്കിങ്ങിന് പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് കൈ പിടിക്കേണ്ടത് ചോക്ലേറ്റ് ആണ് കേട്ടോ. നമുക്ക് ഹൈഡ്രേഷൻ്റെ പ്രശ്നം വരില്ല. പിന്നെ വെള്ളം ധാരാളം കുടിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നന്നായി ഫുഡ് കഴിച്ച് വരണം, അല്ലെങ്കിൽ നമ്മൾ വിശന്ന് ഒരു വഴിയാവും. അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ ഇത്. आपका ट्रेडिशनल ड्रेस है ना? ഇത് ट्रेडिशनल ड्रेस है ना? दिस ड्रेस कपड़ा ट्रेडिशनल ड्रेस है ना? ഹിന്ദി എനിക്ക് അറിയില്ല കേട്ടോ. മുझे ഹിന്ദി नहीं मालूम. തോടാ ഹിന്ദി അറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ സംസാരിക്കും. ഞാൻ ഏത് ഭാഷ സംസാരിക്കും, ആരോട് വേണമെങ്കിലും സംസാരിക്കും, ഭാഷ അറിയില്ലെങ്കിലും. അങ്ങനെ ഹായ് ബോലോ, ഹായ് ബോലോ. मैं केरला से. आपका केरला? हाँ, केरला से घूमने के लिए आए. हमारा फ्रेंड्स रेनबो वाटरफॉल से. कितने आदमी आए यार? 38. അങ്ങനെ. അപ്പം ഭാഷ അറിയില്ലേ, അങ്ങനെ കമ്പനിയാവുക. നല്ല മനുഷ്യരാട്ടോ. अच्छा पीपल है, अच्छा आदमी. अच्छा आदमी है. ധന്യവാദ്. അറിയാവുന്ന ഹിന്ദി വെച്ചിട്ട് ഞാൻ അങ്ങ് തട്ടി വിടുകയാണ് കേട്ടോ. അപ്പം ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ. ഗൈസ്, ഇതാണ് കേട്ടോ. ഇനി ഇവിടെ നിന്നാണ് കുത്താനുള്ള കയറ്റം. ദൈവമേ, ഈ ഒരു കയറ്റാണ്ടോങ്ങി ഞങ്ങൾക്ക് കയറാനുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ ഓക്കെ പേടിയാണ്. അവിടെ ആർക്കോ ഡോൾക്കിയോ എന്താ എന്താണ് ഡോളി വേണം പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഡോളി. ഇപ്പോൾ 2 hour 1 hour വേണമെന്നാ പറയുന്നത് ഇവരെ 1 hour, നമുക്ക് 2 hour. മൈ ഗോഡ്, എങ്ങനെ കയറാനാ കൃഷ്ണ. ഇതൊക്കെ കണ്ട് വേണം കേട്ടോ നിങ്ങൾ വരാൻ. നല്ല സ്റ്റാമിന വേണം, നല്ല സ്റ്റാമിന.
അയ്യോ ദാ ഡോളി സർവീസ് കേട്ടോ. ഡോളി അല്ലേ പറയാ? ഡോളി കണ്ടോ? സമ്മതിക്കണം കേട്ടോ എൻ്റെ ദൈവമേ, ഇവരെന്നെ ഇങ്ങനെയൊക്കെ ഈ ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടോ. ഓ ഇനി അവരതും വെച്ച് കൊണ്ടുപോകണ്ടേ? ഞങ്ങളിപ്പോഴും ഇവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുന്ന് 3 മിനിറ്റ്സ് ഉള്ളൂ കേട്ടോ എന്താ ലോങ്ങസ്റ്റ് സിംഗിൾ ഡെക്കർ ബ്രിഡ്ജ്. പക്ഷെ ഇനി അതും കൂടെ ഒന്ന് പോയി വരാനുള്ള ത്രാണിയൊന്നും ഇല്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇതാ എല്ലാം ഇങ്ങനെ കയറുകയാണ്. ഗൈസ്, നമ്മളിവിടെ വീണ്ടും ഒരു എന്താ പാറപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈയൊരു ഡബിൾ ഡെക്കർ റോഡ് ബ്രിഡ്ജ് വരെ ഉണ്ടല്ലോ, നമ്മൾ 3500 സ്റ്റെപ്പ് നമ്മൾ നടന്നു കേട്ടോ. ഇനി അതേപോലെ തന്നെ 3500 സ്റ്റെപ്പ് നമ്മൾ കയറും വേണം. അതാ ഓരോരുത്തർ ഇരുന്നും കിടന്നും എല്ലാവർക്കും ഒരാൾക്ക് വയ്യ ലിറ്ററലി എല്ലാവരും ചത്ത്. ഇതാണ്ടോ 3 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ആ പട്ടി ഇങ്ങോട്ടാ വരുന്നത് തോന്നുന്നു, തേടമുട്. അമ്മേ, ഇതൊക്കെ അങ്ങ് കയറണം. ഓടാ ഇടങ്ങേറ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലേലേ പറ്റുള്ളവർക്ക് പേടിയാണ്. നേരെ ഓരോ പട്ടികളൊക്കെ വരും കൂടെ. നോക്ക്, ആ പട്ടി ഇതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പിന്നാലെ വന്ന് ഇതാ നമ്മളിവിടെ ഇരുന്നപ്പോൾ നേരെ മുകളിൽ വന്ന് കിടന്ന് കണ്ടോ. നമ്മളെ വീടിൻ്റെ സ്റ്റെപ്പൊക്കെ ഇറങ്ങില്ലേ, അതേ കണക്കാണ് ഇവർ ഇത്ര കണ്ട സ്റ്റെപ്പ് ഈ ചാടി ഇറങ്ങി പോകുന്നത്. വേണ്ടോ, ഇതൊക്കെ ടൈൽസും ബാഗും കൊടയൊക്കെ ആയിട്ട് പോകുന്ന. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് ഇവരോടൊക്കെ. കാരണം ഇത്രയും വെയിറ്റും താങ്ങി ഇത്ര കണ്ട സ്റ്റെപ്പും ഇവർ പോയിട്ടല്ലേ ജീവിക്കുന്നു. ഒരു ദിവസം ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. സമ്മതിക്കണം. നമ്മളൊക്കെ ഹെല്ലിൻ്റെ ഉള്ളിൽ ഒറ്റത്തി ജീവിക്കുന്നു. എല്ലാവരും കണ്ട തളർന്നിരിക്കുകയാണ് കേട്ടോ. അയ്യ, എല്ലാവരും തളർന്നിരിക്കുകയാണ് കണ്ടോ. ഗൈസ്, ഇത് കാണാണ്ടോ, ഈ കാണുന്നത് ഇതൊക്കെ ലെമണാണ് കേട്ടോ. ലെമൺ ആൾക്കാർ ഇനി വരുന്നുണ്ട് കേട്ടോ. എല്ലാം ആടി പാടി തുള്ളിയിട്ടൊക്കെയാണ് വരുന്നത്. ഗൈസ്, ഇനിയും 1 അവർ ഉണ്ടെന്ന് ഇവിടുത്തെ ഒരു ലോക്കൽ ഒരു ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞേട്ടോ. അപ്പോൾ അതന്നെ വയ്യ, അണഞ്ഞു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത്, ഇവിടെ വേഗം ഇരുട്ടാവും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് വെളിച്ചാവും, നേരം വെളുക്കും. 4 മണിക്കൊക്കെ ഭയങ്കര നട്ടപ്പര വെയിലൊക്കെ. അങ്ങനത്തെ ഒരു നമ്മൾ നല്ല നേരം വൈകി നീക്കാൻ നേരം വൈകി എന്നൊക്കെ പഠിച്ച് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ 5 മണിയൊക്കെ ഭയങ്കര വെയിൽ. അതായത് 4 മണിക്കൊക്കെ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ഇടയ്ക്കിടയ്ക്ക് മാറി ചേഞ്ചായി വരുന്നുണ്ട്. ഇടയ്ക്ക് ചില സ്ഥലത്ത് മഞ്ഞാണെങ്കിൽ ചില സ്ഥലത്ത് ചെറിയ വെയിൽ, ചില സമയത്ത് മഞ്ഞാണെങ്കിൽ ചില സ്ഥലത്ത് വെയിൽ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ട്രക്കിങ് ഇത്രയൊന്നും വേണ്ട, ഒരു കേബിൾ കാറെങ്കിലും ഇവിടുത്തെ ഗവൺമെൻറ് വയ്ക്കാമല്ലോ. ഗൈസ്, ഇനി ഇവിടുന്ന് ഒരു 30 മിനിറ്റ് ഉണ്ടാകുന്നപ്പോൾ ഇതാ പോണ ആ ഒരു ചേട്ടൻ പറഞ്ഞു കേട്ടോ. അടപ്പൂരി ഇവിടെ ഈ ഡോലി പറഞ്ഞിട്ട് കുറേ ഈ ചെറിയ പിള്ളേരല്ല, അല്ലേ ഈ നിൽക്കുന്ന കുഞ്ഞു പിള്ളേരല്ല, ഇത് താഴത്ത് കുറച്ച് എണ്ണമൊക്കെയുണ്ട്. അന്ന പയ്യന്മാർ. കാര്യം പറയാലോ, ഗേൾസിനൊന്നും ഇവിടെ ഒട്ടും ഒറ്റയ്ക്ക്
ട്രക്കിങ് ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഇറ്റ്സ് നോട്ട് സേഫ്. അതൊരിക്കലും സേഫല്ല കേട്ടോ. കാരണം ഇവിടുത്തെ ഈ പയ്യന്മാരൻ ഒരുമാതിരി തന്നെ അഴുക്ക ചെക്കന്മാർ. ഐ മീൻ ഒരു നല്ല ആൾക്കാരുണ്ടാവും, പക്ഷേ ഞാൻ വിചാരിച്ചു നോർത്ത് ഈസ്റ്റിലൊക്കെ നല്ല നല്ല ആൾക്കാരാണ്, നല്ല സ്വഭാവമുള്ള ആൾക്കാർ, പാവങ്ങൾ, അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ അവിടെയും ഉണ്ട് ഇതുപോലത്തെ കുറേ എണ്ണം. അപ്പോൾ ഗേൾസ് ഒന്നും ഒറ്റയ്ക്ക് വരരുത് കേട്ടോ. പിന്നെ കണ്ടോ അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, കാണിച്ചു തരാം. കാണാണ്ടോ? ഇതാ അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഇതാ കാണാണ്ടോ? ഇതാ ഇവിടെ ഒരു വലിയൊരു വാട്ടർഫോൾസ് ഉണ്ട്. ഇവിടെയൊക്കെ വാട്ടർഫോൾസിന് 5 കളിയാണ്. പക്ഷെ നിറയെ കൊതുവാണ് കേട്ടോ, എന്നെങ്ങിയ കൊതുവാണ്, മേത്തൊക്കെ കൊതു അടിച്ചൊരു വഴിയായി. അപ്പം 5:30 ആവുന്നേ ഉള്ളൂ കേട്ടോ, 5:30. പക്ഷെ ഇരുട്ടായി. ഇത് പിന്നെ നമ്മൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോവല്ലേ, എന്തായാലും ഒരു ഇരുട്ടുണ്ടാവും. പക്ഷെ പൊതുവെ ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് ഇരുട്ടാവും, പെട്ടെന്ന് വെളിച്ചാവും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ മേഘാലയ. ഇത് കണ്ടോ, ഇവിടുത്തെ വില്ലേജ് ഡെവലപ്മെൻറ്റ് ഫണ്ടാണ് കേട്ടോ. ഇവിടുത്തെ ഒരു എന്താ പറയുക, ഈ ഒരു വില്ലേജ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആകെ അവർ ഈ ഒരു കൺസ്ട്രക്ഷനും ഇതൊക്കെ എല്ലാം കൂടെ 2,40,000 രൂപയായിട്ട് അവർ മൊത്തം ചിലവാക്കിയത്. നമ്മുടെ നാട്ടിലൊരു ബസ് സ്റ്റാൻഡിൻ്റെ ദൂരമില്ല, അത്രയും ഇതാണ് ഇവിടെയൊക്കെ. പെട്രോളിനും വില കുറവാണ്. പിന്നെ ഇവിടെ താഴോട്ടൊക്കെ പോകുമ്പോൾ വെള്ളത്തിനൊക്കെ അത്യാവശ്യം വില ഉണ്ട്. കാരണം അത് നമുക്ക് ഊറ്റാൻ പറയാൻ പറ്റില്ലല്ലോ, കാരണം അത്രയും ദൂരത്തുനിന്ന് ഇവർ ഈ 3-4 കെട്ട് മിനറൽ ബോട്ടിൽസൊക്കെ എടുത്തു കൊണ്ടുപോണ്. അപ്പോൾ അങ്ങനെ കേട്ടോ. നിങ്ങൾക്ക് ഞാനേ ഒരു വെള്ളച്ചാട്ടം കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിറയെ വെള്ളച്ചാട്ടങ്ങളാണ് ഉണ്ടോ. കിട്ടിയിലും വെള്ളച്ചാട്ടം കേട്ടോ. കൊതുകളെ കൊണ്ടാണ് സഹിക്കാൻ പറ്റാത്തത്. ഇനി നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഇരിക്കാനൊരു സെറ്റപ്പ് ഇതാ കണ്ടു, അതാണ് ഇപ്പോൾ ഒരു ഭാഗ്യം കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ കയറ്റം കയറിയിട്ട് ഇപ്പോൾ ഒരു കടയുടെ ഫ്രണ്ടിൽ ഇരിക്കുക കേട്ടോ. അവിടെ നിന്ന് കക്കരിക്കും ഉപ്പും മുളകും വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇനി 700 സ്റ്റെപ്പും കൂടെ ഉണ്ടെന്ന് കേട്ടോ. 30 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അത് 700 സ്റ്റെപ്പും കൂടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ കരയണോ ശരിക്കണോ അവസ്ഥ. എന്തായാലും ഇതുവരെ എത്തിയല്ലോ, എന്നെ ഭാഗ്യം. അപ്പം ഇനി ഭാഗ്യം കൂടെ കയറട്ടെ, ഇതൊക്കെ കഴിച്ചിട്ട് ബൈ. കണ്ടോ, ഇതാണ് ഡോൾക്കിയല്ലേ, ഡോളി സർവീസ്. കാലുവേദന വെച്ചിട്ട് ഒരാളെ എന്നെ കൊണ്ടുപോവുക. ഈ സ്റ്റോപ്പൊക്കെ അവർ കയറി പോകണ്ടേ. 5 മിനിറ്റ് ഇവർ ഇവിടെ റെസ്റ്റ് ചെയ്തു കേട്ടോ, എന്നിട്ടപ്പോൾ പോയത്. കണ്ടോ, ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഇരുന്ന കേട്ടോ. ഇനി മേപ്പെട്ട് കയറട്ടെ മെല്ലെ. എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടാൽ അവിടെ ഇരിക്കും. യെസ്, ഇപ്പോൾ ഇരുട്ടായിട്ടോ. ഇനി ഒരു 200 ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം അതിലൊരു 60 ഇപ്പം ഞങ്ങൾ തീർത്തു തോന്നുന്നു. ഒരു 40 കൂട്ടാം. അപ്പോൾ ഇനി 5 മിനിറ്റ് ശ്വാസം എടുത്തിട്ട് പോവാട്ടോ. ഗൈസ്, നമ്മളങ്ങനെ എന്താ വണ്ടിയിലെത്തിയിട്ടോ. ഒരു വഴിയായി. അപ്പോൾ അതാ വണ്ടി കയറി കുറച്ചേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യട്ടെ. ബാക്കി എല്ലാവരും വരുമ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക, വരട്ടെ. എല്ലാവരും ദാരുണ കഥകൾ പറയുകയാണ്. എല്ലാവരും ദാരുണ കഥകൾ പറയുകയാണ് കേട്ടോ. ട്രക്ക് പോയി വന്നിട്ടുള്ള ദാരുണ കഥകൾ. ഞങ്ങളെല്ലാവരും
ഫുഡ് കഴിക്കാൻ നമുക്കാണ്. ഫുഡ് കഴിച്ചിട്ടുണ്ടോ ബാക്കി ഫുഡ് വരട്ടെ. ഏഷ്യന്ന് കടല അരിയുന്നുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഫുഡ്. ചോറ്, ചപ്പാത്തി, ഉപ്പേരി, അതുപോലെ തന്നെ എന്തോ ചിക്കൻ്റെയും പിന്നെ വിശന്നേ കഴിക്കട്ടെ കേട്ടോ. ചോദ്യം എപ്പോഴും ഓർമ്മ വന്നത്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഞങ്ങൾ റൂമിൽ വന്നു, ഫുഡൊക്കെ കഴിച്ചു, ഫ്രഷായി. അപ്പോൾ എനിക്ക് കിടന്നുറങ്ങാൻ ഉള്ള പ്ലാനിങ്ങാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ബൈ, സീ യു.